സ്വർണത്തിന് വില സ്വർണത്തിന് വില ഒരു ഫൗണ്ടേഷനാണ്, ക്ലിയർ ആണോ? അതിനൊരു ഫിക്സഡ് ആയിട്ട് പ്രൈസ് ഉണ്ട്. അതുകൊണ്ട് ആരും പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങളുടെ പ്രൊഡക്റ്റ് അങ്ങനെയല്ല. ഇത് മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ ഫാസിനേറ്റിംഗ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള സാധനമാണ്, ആൾക്കാർ കാണാതിരുന്ന സാധനമാണ്. നിങ്ങളൊരു പ്രോഡക്റ്റ് അല്ലെ ഒരു സർവീസ് സെല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ഒബ്ജക്ഷനാണ് പ്രൈസ് ഇസ് ടു ഹൈ. അപ്പൊ ഇത് പല രീതിയിൽ വരും. പക്ഷെ ഫണ്ടമെന്റലി ഇത് വാല്യൂ ആണ്. അതായത് നിങ്ങൾ ഈ പ്രൊവൈഡ് ചെയ്യുന്ന സാധനം വാല്യുബിൾ ആണോ, ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നതിനെ കുറിച്ച് സെവറൽ ആയിട്ടുള്ള ടെക്നിക്സ് ആണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. സെവറൽ ആയിട്ടുള്ള ടാക്ടിക്സ് ആണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടാവും. ഒരു റീസണബിളി ഒരു മീഡിയം സൈസ് കമ്പനിക്ക് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ സെയിം സാധനം ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുത്തത് എങ്ങനെയാണെന്ന്. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് കിട്ടുന്ന ഒബ്ജക്ഷൻസ് 3 ഐ കാണ്ട് അഫോർഡ് ഇറ്റ്. അത് ടു മച്ച് ആണ്, എനിക്ക് അതിനുള്ള ബഡ്ജറ്റ് ഇല്ല, ഐ കാണ്ട് അഫോർഡ് ഇറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ വൈ ഇസ് ഇറ്റ് കോസ്റ്റിംഗ് ടു മച്ച്, ഇത്രമാത്രം പൈസ ഇതിന് എന്തിനാണ്. ഓക്കെ, മൂന്നാമത് നിങ്ങൾക്ക് കിട്ടുന്നതാണ് പ്രൈസ് ഇസ് ടു ഹൈ. അപ്പൊ ഇതിനുള്ള ടാക്ടിക്സ് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ഞാൻ ഷെയർ ചെയ്യാം. പക്ഷെ അതിന് മുമ്പായിട്ട് ഞാൻ ഒരു പ്രിൻസിപ്പിൾ ഒന്ന് ഷെയർ ചെയ്യാം. പ്രൈസ് എന്ന് പറഞ്ഞാൽ വാല്യൂ ആണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സ്വർണ്ണക്കടയിൽ ജോയി അലൂക്കാസിന്റെ അലൂക്കാസ് ജുവലറി ചെന്നിട്ട്, അതെ ഈ 8 ഗ്രാം മഞ്ഞ നിറത്തിലുള്ള എന്തോ സ്വർണ്ണം, ഓക്കെ, ഈ 8 ഗ്രാം സ്വർണത്തിന് 58,000 രൂപയോ പകൽക്കൊള്ളയാണോ എന്ന് നിങ്ങൾ ചോദിക്കാറില്ല. കാരണം നിങ്ങളുടെ മനസ്സിലും സ്വർണ്ണക്കടക്കാരന്റെ മനസ്സിലും സ്വർണ്ണക്കടങ്ങ പയ്യെ കയ്യെ പിടിച്ചിട്ട് നിങ്ങളെ പുറത്തോട്ടങ്ങ് ഇറക്കി വിടുകയുള്ളൂ, അല്ലേ? അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? എക്സ്പെക്റ്റഡ് ആണ്. പത്രത്തിൽ എഴുതി വരുന്നുണ്ട് സ്വർണത്തിന് 56,800 രൂപ. എന്താണ് സ്വർണത്തിന്റെ വില? സ്വർണത്തിന്റെ വില എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മെറ്റലാണ്. എന്താണ് സ്വർണവും സ്റ്റീലും തമ്മിലുള്ള, അല്ല അയണും തമ്മിലുള്ള ഡിഫറൻസ് എന്നാണ്? കളറിലുള്ള ഡിഫറൻസേ ഉള്ളൂ. അപ്പൊ ഈ കളറിന്റെ ഇൻട്രസ്റ്റ് കാരണം മനുഷ്യൻ കാലാകാലങ്ങളായിട്ട് സ്വർണത്തിനൊരു വില കൽപ്പിച്ചു. ആ വില ഫിക്സഡായി, ആ വില മാർക്കറ്റിൽ വെച്ചേക്കുവാണ്. എന്താണ് ഈ വിലയ്ക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ട്? ഒരു അടിസ്ഥാനവും ഇല്ല. പക്ഷെ ഒരടിസ്ഥാനമായി അത് മാറി, അതൊരു ബേസായി മാറി. എന്ത്? സ്വർണത്തിന് വില സ്വർണത്തിന് വില ഒരു ഫൗണ്ടേഷനാണ്, ക്ലിയർ ആണോ? അതിനൊരു ഫിക്സഡ് ആയിട്ട് പ്രൈസ് ഉണ്ട്. അതുകൊണ്ട് ആരും പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങളുടെ പ്രൊഡക്റ്റ് അങ്ങനെയല്ല. നിങ്ങളുടെ പ്രൊഡക്റ്റ് കാണുമ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾ ബ്രാൻഡിങ് ആണ് ചെയ്യുന്നത്. 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപയോ? ബട്ട് ബ്രാൻഡിങ്ങിനോ? ക്ലിയർ ആണോ? നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്കൊരു പെയിന്റിങ് കമ്പനിയുണ്ട്, നിങ്ങൾക്ക് പെയിന്റ് മാനുഫാക്ചർ ആണ്. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം ഈ പെയിന്റ് ഏഷ്യൻ പെയിന്റിന് ഇത്രയല്ലേ പൈസ ഉള്ളൂ. എഗെയിൻ വാല്യൂ കോൺട്രാസ്റ്റ് ആണ്. വേറെ ആൾക്ക് ഇത്രേ ഉള്ളൂ, ഇന്ന ആൾക്ക് ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വാല്യൂ ഇല്ല എന്ന് അവർക്ക് തോന്നുവാണ് നിങ്ങളുടെ പ്രൊഡക്റ്റിന്. അതായത് ഞാൻ എൻ്റെ കയ്യിലിരുന്ന കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കി, കൈക്കൂലി മേടിച്ച് ഉണ്ടാക്കിയ പൈസ, ഗവൺമെന്റ് ജോലിക്കാരൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് ബിസിനസ് ചെയ്തുണ്ടാക്കിയ പൈസ, ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുണ്ടാക്കിയ പൈസ, പണി ചെയ്തുണ്ടാക്കിയ, കിളച്ചുണ്ടാക്കിയ പൈസ നിങ്ങൾക്ക് തരുമ്പോൾ എനിക്ക് ഉറപ്പ് വരുത്തണം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇനഫായിട്ടുള്ള വാല്യൂ എനിക്ക് കിട്ടുന്നുണ്ടെന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രൈസ് ഒബ്ജക്ഷൻ പറയുന്നത്. 3 പ്രൈസ് ഒബ്ജക്ഷൻസ് ആണുള്ളത്. ഐ കാണ്ട് അഫോർഡ് ഇറ്റ്. രണ്ടാമെന്ന് വെച്ചാൽ വൈ ഇസ് ഇറ്റ് കോസ്റ്റിംഗ് എ ലോട്ട്, എന്തിന് എത്ര പൈസ ഇതാണ്. മൂന്നാമത്തെ പ്രൈസ് ഇസ് ടു ഹൈ. പ്രോസ്പെക്ട് എന്നോട് വന്നിട്ട് പറയുവാണ് $5,000 ഇസ് ടു മച്ച് എന്ന് പറയുവാണ്. $5,000 നമ്മളൊരു കാര്യത്തിന് ചാർജ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഡോളറിൽ ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, ഞാൻ ഇവിടെ പുറത്ത് ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ആൻസർ എന്ന് വെച്ചാൽ, ഇഫ് ഇറ്റ് ഹെൽപ്പ് യു മേക്ക് 25,000 ഇൻ ദ നെക്സ്റ്റ് 3 months, വുഡ് ഇറ്റ് സ്റ്റിൽ ബി എക്സ്പെൻസീവ്? 25,000 രൂപ നിങ്ങളെ സംബന്ധിച്ചോളം ഈ $5,000 വെച്ച്, $25,000 രൂപയല്ല, $25,000 നിങ്ങൾക്ക് ഈ $5,000 വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുവാണെങ്കിൽ, ഇസ് ഇറ്റ് സ്റ്റിൽ എക്സ്പെൻസീവ്? നോ, ഇറ്റ്സ് നോട്ട്. കണ്ടോ? അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്, പ്രസ്യൂമബിളി നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സാധനം, നിങ്ങൾ വാല്യുബിൾ ആയിട്ടൊരു സാധനമാണ് കൊടുക്കുന്നത്. അതായത് 10 രൂപയുടെ സാധനം നിങ്ങൾ 35 രൂപയ്ക്ക് കൊടുത്താൽ പോലും 35 രൂപ കൂടുതൽ വാല്യൂ അവർക്ക് കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഇല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് അല്ല ചെയ്യുന്നത്, ക്ലിയർ ആണ്? അപ്പൊ ആ വാല്യൂ ആപേക്ഷികമാണ്, എനിക്കറിയാം. പക്ഷെ എന്നാലും നിങ്ങളുടെ മനസ്സിലെങ്കിലും നിങ്ങൾ ആ വാല്യൂ കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെ വരുത്തുവാണെങ്കിൽ അത് ചിലപ്പോൾ പൈസ ആയിട്ടായിരിക്കും തിരിച്ചു കിട്ടുന്നത്, അല്ലെങ്കിൽ സന്തോഷമായിട്ടായിരിക്കും തിരിച്ചു കിട്ടുന്നത്, വേറൊരു ഇമോഷൻ ആയിട്ടായിരിക്കും അവർക്ക് തിരിച്ചു കിട്ടുന്നത്, വിച്ച് ഇസ് ഫൈൻ. രണ്ടാമത്തെ കാര്യം, $5,000 ഭയങ്കര കൂടുതലാണ്. എന്താ പൈസ? ദാറ്റ് ഈസ് എക്സാക്ട് റീസൺ വൈ യു ഷുഡ് ബൈ ഇറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ 5,000 രൂപയാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ഉറപ്പായിട്ടും മേടിക്കേണ്ടത്. അവർ ഷോക്ക്ഡായി. അവർ പറയാ, എന്താ നിങ്ങൾ പറഞ്ഞേ? അതുകൊണ്ടാണ് നിങ്ങൾ ഉറപ്പായിട്ടും വാങ്ങണ്ടേ? അപ്പോൾ അവർ പറയും, അതിനാ നീ അങ്ങനെ പറഞ്ഞേ? അതെ, ഈ കാരണം കൊണ്ട്. കാരണം നിങ്ങൾ
അൾട്ടിമേറ്റ്ലി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് റിസൾട്ട് വേണ്ടേ? റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം പ്രീമിയം ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങണം, നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ പഴയ അല്ലാതെ ചീപ്പായിട്ടുള്ള കുറേ പ്രൊഡക്റ്റുകൾ നിങ്ങൾ സർവീസുകൾ ട്രൈ ചെയ്ത് നോക്കിയതല്ലേ, അതൊന്നും നിങ്ങൾക്ക് വർക്കായില്ലല്ലോ. അതുകൊണ്ടല്ലേ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്. 5,000 പേ ചെയ്ത് ആണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. കണ്ടോ? അപ്പം നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് രണ്ടാമത്തെ ടാക്ടിക്സ് നമ്മൾ യൂസ് ചെയ്യുവാണ്. എന്തിന്? നമ്മൾ പ്രൈസ് ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട്. മൂന്നാമത്തെ പ്രൈസ് ഒബ്ജക്ഷൻ ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാവുന്ന ഒരു കാര്യം വെച്ചാൽ ഓപ്പോസിറ്റ് സിറ്റുവേഷൻ ആണ്. $5,000 $5,000 കൂടുതലാണ്. ശരി, ഞാനിത് $50 നിങ്ങൾക്ക് കൊണ്ടുവന്ന് വരുമായിരുന്നു, നിങ്ങൾ വിശ്വസിക്കുമായിരുന്നു നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നു? അല്ല, 500 കൊണ്ടുവന്ന് വരുമായിരുന്നെങ്കിലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുമായിരുന്നോ? ഇല്ല, കാരണം അത് ഒത്തിരി കുറവാണ്. അന്നേരം എന്നെ സംബന്ധിച്ചോളം റിസൾട്ട് എക്സാക്ട്ലി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ചെയ്യണം. മനസ്സിലായോ? ഇങ്ങനെ ആ കോൺവെർസേഷൻ നിങ്ങൾ മാറ്റി കാണിച്ചു കൊടുക്കണം. ഇനി വേറൊരു എക്സാമ്പിളാണ് ഇത്. ഇത് മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ ഫാസിനേറ്റിംഗ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള സാധനമാണ്, ആൾക്കാർ കാണാതിരുന്ന സാധനമാണ്. പ്രൈസ് ഇസ് ടു ഹൈ. $5,000 ഭയങ്കര കൂടുതലാണ്. തീർച്ചയായിട്ടും ആക്ച്വലി ഒരു $1,000 കൂടുതലാണ്. നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ പ്രൊഡക്റ്റിന് 20% പ്രൈസ് കൂടുതലാണ്. ഓക്കെ, കറക്റ്റാണ്. പക്ഷെ അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് 50% ലെസ് ആണ്. അപ്പൊ അവർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ നമ്മുടെ ഒരു ക്ലയൻ്റ് ആയിരുന്നു അനൂപ്. എംബ്രിക്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അവരുടെ ബ്രിക്കിന് വില കൂടുതലാണ്, ടെക്നിക്കലി വില കൂടുതലാണ്, പ്രൈസ് കൂടുതലാണ്, കോസ്റ്റ് 0 ആണ്. അതെങ്ങനെയാണ് എന്ന് പിന്നീട് സമയത്ത് സംസാരിക്കാം. അല്ല, കോസ്റ്റ് വളരെ കുറവാണെന്ന് വിചാരിക്കാം. അപ്പം എംബ്രിക്സ് വില കൂടുതലാണ്. അപ്പം എങ്ങനെയാണ് എംബ്രിക്സ് സെല് ചെയ്യാൻ പറ്റുന്നത്? വില കൂടിയ എംബ്രിക്സ് കോസ്റ്റിലാണ് സെല് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, നിങ്ങളെ സംബന്ധിച്ചുള്ള എംബ്രിക്സ് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള തേക്കേണ്ട കാര്യമില്ല. ഒരു സൈഡ് തേക്കണം എന്നുണ്ടെങ്കിൽ സ്ക്വയർ ഫീറ്റിന് 25 രൂപ വരും. അപ്പം ആ പൈസ നിങ്ങൾ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ബ്രിക്സിന് സിമെന്റ് ഇഷ്ടിയേക്കാളും വില കുറവാണ്. സെൻസ് മേക്ക് ചെയ്യുന്നുണ്ടോ? സിമെന്റ് ഇഷ്ടിയേക്കാളും 10% കുറവാണ് നമ്മുടെ എംബ്രിക്സിന്. അപ്പം 45 രൂപയാണ് നമ്മുടെ പ്രൈസ്. അതാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ, ഷോർട്ട് ടൈം തിങ്കർ എന്ന നിങ്ങൾ അതാണ് നോക്കുന്നുണ്ടെങ്കിൽ ഫൈൻ. പക്ഷെ ആക്ച്വൽ നിങ്ങളെ സംബന്ധിച്ചുള്ള കോസ്റ്റ് കുറഞ്ഞായിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രിക്സിന് 25 ഒരു ബ്രിക്കിന് ആക്ച്വൽ കോസ്റ്റ് വരുന്നുണ്ട്. കണ്ടോ? വേറെ എക്സാമ്പിൾ ഞാൻ കാണിക്കും. നമ്മളുടെ ദുബായിലുള്ള ഒരു ക്ലയൻറ്റ്, ആ ക്ലയൻറ്റിന് വാട്ടർ ഹീറ്ററിൻ്റെ ബിസിനസ്സാണ്. അവരുടെ വാട്ടർ ഹീറ്ററിന് 290 ദിർഹം വില. കോമ്പറ്റീറ്ററിൻ്റെ വാട്ടർ ഹീറ്ററിന് 245 വില. അപ്പം 295 245 50 ദിർഹമാണ് കൂടുതലുള്ളത്. ഏത്? എൻ്റെ ക്ലയൻറ്റിൻ്റെ വാട്ടർ ഹീറ്ററിന്. അപ്പം ഞാൻ ചോദിച്ചു, ഇതിങ്ങനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. സാധാരണ ഒരു വാട്ടർ ഹീറ്റർ 245 ദിർഹത്തിൻ്റെ വാട്ടർ ഹീറ്റർ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മെയിൻ്റനൻസ് എപ്പോൾ വേണ്ടി വരും? 1.5 വർഷം കഴിയുമ്പോൾ മെയിൻ്റനൻസ് വേണ്ടി വരും. പിന്നെ 3 വർഷം കഴിയുമ്പോൾ വേറൊരെണ്ണം വേണം. പിന്നെ 4 വർഷം കഴിയുമ്പോൾ വേറൊരു മെയിൻ്റനൻസ് വേണം. ഒരു മെയിൻ്റനൻസിന് എത്രയാണ് കോസ്റ്റ്? 100 ദിർഹം. കൊള്ളാം. അപ്പം അങ്ങനെയാണെങ്കിൽ ആ പ്രോഡക്റ്റ് 245 പ്രോഡക്റ്റ് 5 വർഷം കൊണ്ട് എത്ര കോസ്റ്റ് വന്നു? 245 പ്ലസ് 300 545 പ്ലസ് 550 റൗണ്ട് ചെയ്യാം. നമ്മുടെ പ്രൊഡക്റ്റിലോ 5 വർഷത്തേക്ക് നോക്കുക വേണ്ട, ഒരു മെയിൻ്റനൻസും ഇല്ല. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് പ്രൈസ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ? ഒരാൾ പറയുവാണ്, 295 കൂടുതലാണ്. എക്സാക്ട്ലി 50 ദിർഹം കൂടുതലാണ് അല്ലേ? അതല്ല നിങ്ങൾ കാണുന്നത്? എക്സാക്ട്ലി. അതേസമയം നമ്മളെ സംബന്ധിച്ചോളം നിങ്ങളൊരു ലോങ് ടൈം തിങ്കർ ആണോ നിങ്ങൾ? അപ്പോൾ അവർ പറയാ, ഞാനൊരു ലോങ് ടൈം തിങ്കർ ആണ്. ഓക്കെ, ലോങ് ടൈമിൽ മറ്റേ വാട്ടർ ഹീറ്ററിന് വരുന്ന കോസ്റ്റ് 550 5 വർഷം കൊണ്ട്. ഞങ്ങളുടെ വാട്ടർ ഹീറ്ററിന് വരുന്ന കോസ്റ്റ് 295 തന്നെയാണ്. ഓൾമോസ്റ്റ് 60% പ്രൈസേ നമ്മുടെ കയ്യിൽ വരുന്നുള്ളൂ. അതെങ്ങനെയാ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യണോ? ഷുവർ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് മറ്റേ വാട്ടർ ഹീറ്ററിന് 100 ദിർഹത്തിൻ്റെ 3 മെയിൻ്റനൻസ് വേണ്ടി വരും അടുത്ത 5 വർഷത്തിനുള്ളിൽ. നമ്മളുടെ ഇതിൽ 5 വർഷത്തിന് മെയിൻ്റനൻസേ ഉണ്ടാകില്ല. ഇനി നിങ്ങളെ സംബന്ധിച്ചോളം 550 ഈ പറഞ്ഞ രീതിയിൽ 3 മെയിൻ്റനൻസ് വേണ്ടി വരുന്ന വാട്ടർ ഹീറ്ററാണോ വേണ്ടത്? അത് 295 ഒരു ഇൻ്റലിജൻറ്റ് ബയർ എന്ന രീതിയിൽ 295 ആക്ച്വൽ കോസ്റ്റ് വരുന്ന നമ്മുടെ വാട്ടർ ഹീറ്ററാണോ വേണ്ടത്? പറഞ്ഞേ.
എനിക്ക് 295 കോസ്റ്റ് ആക്ച്വലി 295 വരുന്നതാണ് വേണ്ടത്. അപ്പം ഞാൻ ഒരു കാര്യം ഇവിടെ പറയട്ടെ. നിങ്ങൾ വേറെ ആൾ ചെന്ന് ചോദിക്കുമ്പോൾ $50 കൂട്ടിയാണ് മേടിച്ചെന്നല്ല ആൾക്കാരെ വിചാരിക്കാൻ പോകുന്നത്. അത് ഒഴിവാക്കാനായിട്ട് ഞാനൊരു ഗ്യാരണ്ടി കൂടെ നിങ്ങൾക്ക് തരുവാണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ നമ്മളുടെ വാട്ടർ ഹീറ്ററിന് ഒരു റിപ്പയർ വേണ്ടി വരുവാണെങ്കിൽ ഞാനൊരു 100 ദിർഹത്തിൻ്റെ ചെക്കും കൂടെ ആ കൂടെ നിങ്ങൾക്ക് അയച്ചു തന്നേക്കാം. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങളുടെ $50 ഇപ്പോൾ വന്നേക്കുന്ന അഡീഷണൽ പ്രൈസ് കറക്റ്റാണ്, കൂടിയിട്ടുണ്ട്. അതിന് വേറെ $50 കൂടെ ഞാൻ നിങ്ങൾക്ക് തരുവാണ്. ഇതാണ് അവർക്ക് ഞാൻ ഗൈഡ് ചെയ്ത് കൊടുത്ത സാധനം. ഞാനിപ്പോൾ ഗൈഡ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. അതിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ക്ലിയർ ആണോ? ഇതാണ് കറക്റ്റായിട്ട് പ്രൈസ് പൊസിഷൻ ചെയ്യുക എന്ന് പറയുന്നത്. ഫൈനലി നിങ്ങൾക്ക് പറയാവുന്നൊരു കാര്യം വെച്ചാൽ ടാക്ടിക് നമ്പർ 6 ആണ്. അതായത് ഇഫ് ഓൾ ഇറ്റ് ഡിഡ് വാസ് ബ്ലാങ്ക് വുഡ് ഇറ്റ് ബി വർത്ത് ഇറ്റ്. നമ്മളെ സംബന്ധിച്ചോളം ഞാൻ പെയിന്റ് മേടിച്ചു, നിങ്ങൾ എൻ്റെ നിന്ന് പെയിന്റ് വാങ്ങിച്ചു. അടുത്ത 10 വർഷത്തേക്ക് നിങ്ങൾ പെയിന്റിലേക്ക് തിരിഞ്ഞു നോക്കണ്ട. കംപ്ലീറ്റ്ലി മെയിൻ്റനൻസ് ഫ്രീ ആയിട്ട് പെയിന്റ് കിടക്കുന്നുണ്ടെങ്കിൽ അത് വർത്താണോ? നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങി അടുത്ത 3 വർഷത്തേക്ക് ആ പ്രൊഡക്റ്റ് നോക്കണ്ടെന്നുണ്ടെങ്കിൽ അത് വർത്താണ്. ഇങ്ങനെ ആ വർത്ത് പറഞ്ഞേക്കുന്ന കോൺവെർസേഷനിൽ ആൾക്കാരുടെ മനസ്സിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിനുള്ള വാല്യൂ അവരുടെ മൈൻഡിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുക. ഇനി സർവീസാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫൈനൽ തോട്ട് ഇവിടെ ഉണ്ട്. നമ്മൾ ക്യാഷ് 360 എന്ന് പറഞ്ഞേക്കുന്ന ഒരു ജേർണി ബിസിനസ്സുകാർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്രോക്സിമറ്റ്ലി 3 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ആൾക്കാർ വരുന്നത്. അപ്പോൾ ആ വരുന്ന ആൾക്കാർക്ക് നമ്മൾ പല ബിസിനസ് കമ്മ്യൂണിറ്റി ഉള്ളവർക്ക് മാസീവായിട്ടുള്ള ഡിസ്കൗണ്ട് കൊടുത്ത് ആൾക്കാരെ എൻട്രി ചെയ്യാനായിട്ട് അലോ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ക്യാഷ് 360 ആൾക്കാർ വന്നില്ലെങ്കിൽ, ക്യാഷ് 360 എന്ന് പറഞ്ഞാൽ 1 വർഷത്തെ ഒരു കോച്ചിങ് ആണ്, വന്നില്ലെങ്കിൽ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന അപ്രോക്സിമേറ്റ്ലി 3 ലക്ഷത്തോളം ഉള്ള പൈസ ഒരാൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ വാട്ടർ ഹീറ്ററിൻ്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ആ ആൾക്കാർ അവരുടെ സെയിൽസിലുള്ള പ്രൊപ്പോസിഷൻ്റെ ക്ലാരിറ്റി കുറവുകൊണ്ട് അതിൻ്റെ 10 ഇരട്ടി അല്ലെങ്കിൽ 100 ഇരട്ടി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇഗ്നറൻസിലേക്ക്. കാരണം അവർക്ക് കൃത്യമായിട്ട് ക്ലോസ് ചെയ്യാൻ അറിയത്തില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പം അവരെ സംബന്ധിച്ചോളം സിഗ്നിഫിക്കൻ്റ് ആയിട്ട് പൈസ സേവ് ചെയ്യാൻ പറ്റുവാണ്, പെട്ടെന്ന് സേവ് ചെയ്യാൻ പറ്റുവാണ്, ഫാസ്റ്റായിട്ട് ബിസിനസ് ഗ്രോ ചെയ്യാൻ പറ്റുവാണ്. അങ്ങനെ ഒരു സർവീസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ സർവീസ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വാല്യൂ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് പറയാവുന്ന ഒരു കാര്യമാണ്, അതെ എനിക്ക് പേ ചെയ്തില്ലെങ്കിലും നിങ്ങൾ ആ പൈസ മുടക്കിക്കൊണ്ടിരിക്കാൻ പോവാണ് അടുത്ത 1 വർഷത്തേക്ക്. എനിക്ക് പേ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ടിലേക്ക് എത്താം, അല്ലെങ്കിൽ 3 മാസം കൊണ്ട് റിസൾട്ടിലേക്ക് എത്താം. എനിക്ക് പേ ചെയ്തില്ലേ അടുത്ത 10 വർഷം കൊണ്ട് എത്താം. നിങ്ങൾ എന്താണേലും പേ ചെയ്യാൻ പോവാണ്. എനിക്ക് പേ ചെയ്താൽ ഈ വർഷം മാത്രം പേ ചെയ്താൽ മതി. എനിക്ക് പേ ചെയ്തില്ലേ നിങ്ങൾ അടുത്ത 9 വർഷം കൂടെ അഡീഷണൽ ആയിട്ട് പേ ചെയ്യാൻ പോവാണ്. ഏതാ നിങ്ങൾക്ക് വേണ്ടേ ഒരു ഇൻ്റലിജൻറ്റ് കൺസ്യൂമർ എന്ന രീതിയിൽ? ഇങ്ങനെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുവാണ്. ഇങ്ങനെയാണ് നിങ്ങൾ പ്രൈസ് ഒബ്ജെക്ഷൻസ് എഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ, പോയി പ്രാക്ടീസ് ചെയ്ത് നോക്ക്, ഇംപ്ലിമെന്റ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ കേട്ടാൽ മാത്രം പോരെ, നിങ്ങൾ ആക്ച്വലി പോയി ഇംപ്ലിമെന്റ് ചെയ്യണം, എന്നാലും നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യുള്ളൂ. അപ്പം നിങ്ങളെ സംബന്ധിച്ചുള്ള ഇംപ്ലിമെന്റ് ചെയ്യണം. എന്നിട്ട് ഇവിടെ വന്ന് ചാറ്റിൽ വന്ന് അപ്ഡേറ്റ് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന്. ആക്ച്വലി ഐ വിൽ ഇംപ്ലിമെന്റ് എന്ന് ചാറ്റിൽ ഇപ്പം തന്നെ കിട്ടും. അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് അത് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്ത് എനിക്ക് ഈ റിസൾട്ട് കിട്ടിയെന്ന് പറയുവാണെങ്കിൽ ഐ വിൽ ബി സോ പ്രൗഡ് ഓഫ് യു. സീ നെക്സ്റ്റ് ടൈം.